നമസ്കാരം. ഡോക്ടർ ശ്രീദീപൻ, ദ ന്യൂറോളജിസ്റ്റ്. അപ്പോൾ കഴിഞ്ഞ ദിവസമേ ഒരു പേഷ്യൻറ്റിന് സംസാരിക്കാൻ പറ്റാതായി. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ നല്ല രീതിയിലൊക്കെ ജോലി ചെയ്യുകയും എല്ലാവരുമായിട്ട് നല്ലപോലെ ഇടപെടുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ്. പെട്ടെന്ന് തന്നെ അവരുടെ മകൾ വന്നിട്ട് മകൾ വന്ന് നോക്കിയപ്പോൾ കണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരവിടെ ഇരിക്കുക. എവിടെ ഇരിക്കുന്നത്? വീടിൻ്റെ അകത്ത്. അപ്പം അവരെ വിളിച്ചിട്ടൊന്നും അവർ സംസാരിക്കുന്നില്ല. അവർ ഉണർന്നിരിക്കുന്നതായിട്ടാണ് കാണുന്നത്, പക്ഷെ സംസാരിക്കുന്നില്ല. അടുത്തുചെന്ന് നോക്കിയപ്പോൾ മനസ്സിലായി അവർക്ക് വലത് സൈഡിൽ കുറച്ച് ബലക്കുറവുള്ളതായിട്ട്. പക്ഷേ ആ മകൾക്ക് അറിയാമായിരുന്നു ബി ഫാസ്റ്റിൻ്റെ സിഗ്നിഫിക്കൻസ്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് മനസ്സിലായി പെട്ടെന്നുണ്ടാകുന്ന ബലക്കുറവ്, പിന്നെ സംസാരത്തിലെ പ്രശ്നം, അത് സ്ട്രോക്ക് ആയിരിക്കും എന്നുള്ളത്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമ്മൾ നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പരിശോധിക്കാൻ നേരത്ത് എനിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ അവരുടെ സംസാരത്തിൽ കുറച്ച് പ്രശ്നമുള്ളതായിട്ട് കണ്ട്. എന്താണെന്ന് വെച്ചാൽ അവരുടെ അടുത്ത് സംസാരിക്കുമ്പോൾ അവരുടെ പേരെന്താണെന്ന് വെച്ചാൽ അവർ കറക്റ്റായിട്ടുള്ള പേരല്ല പറയുന്നത്. എന്തോ ഒരു പേര് പറയും, വളരെ അവ്യക്തമായിട്ടുള്ള ക്ലിയർ അല്ലാത്തൊരു വാക്കാണ് പറയുന്നത്. പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഉദാഹരണം കൈ പൊക്കുക എന്നൊക്കെ പറഞ്ഞാൽ അവർ കൈ പൊക്കുന്നുണ്ട്, ചെയ്യാൻ പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്, പക്ഷേ പറയാൻ പറയുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് പറയുന്നില്ല. അപ്പോൾ അതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നത് അവർക്ക് സംസാരിക്കുന്നതിനുള്ള ഔട്ട്പുട്ട് കുറച്ച് കുറവാണ്. അവർക്ക് ഭയങ്കര ഡിഫിക്കൽട്ടി ഉണ്ട് പറയാനായിട്ട്. പക്ഷേ എന്നാൽ അവരോട് നമ്മൾ ചോദിക്കുന്ന കാര്യങ്ങൾ അവർക്ക് മനസ്സിലാകുന്നുണ്ട്. പിന്നെ ഇപ്പം നമ്മളിപ്പോൾ പപ്പടം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ വ്യക്തമായിട്ട് പറയുകയും ചെയ്യും. അതിൻ്റെ അർത്ഥം അവർക്ക് അഫേസിയ എന്ന് പറഞ്ഞൊരു അവസ്ഥയാണുള്ളത്. അഫേസിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ തലച്ചോറിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള ഒരു ഭാഗമുണ്ട്. നമ്മളതിനെ പെരിസിൽവിയൻ എന്നൊക്കെ പറയുന്നൊരു സ്ഥലമാണ്. അപ്പോൾ ആ സ്ഥലത്ത് ഈ സ്ട്രോക്ക് കാരണമുള്ള ഡാമേജ് വന്നിട്ടുണ്ടെങ്കിൽ സംസാരശേഷി നഷ്ടപ്പെടും. അപ്പോൾ 3 തരം സംസാരശേഷി നഷ്ടപ്പെടലാണ് മെയിനായിട്ടുള്ളത്. ഒന്നാമത്തേതിൻ്റെ പേരാണ് മോട്ടോർ അഫേസിയ, രണ്ടാമത്തേതിൻ്റെ പേരാണ് സെൻസറി അഫേസിയ, മൂന്നാമത്തേതിൻ്റെ പേരാണ് ഗ്ലോബൽ അഫേസിയ. മോട്ടോർ അഫേസിയ എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക്, ആ രോഗിക്ക് എന്ത് പറ്റുമെന്ന് വെച്ചാൽ അവർക്ക് സംസാരിക്കാൻ, അതായത് സംസാരം പുറപ്പെടുവിക്കാനുള്ള കഴിവ് കുറവാണ്. എന്നാൽ അവർക്കെല്ലാം മനസ്സിലാവും, ചോദിക്കുന്നത് പറയുന്നതൊക്കെ മനസ്സിലാവും, പക്ഷെ അത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. രണ്ടാമത്തേതാണ്